Hello friends, ഇന്ന് നമുക്ക് SQL സെർവറിലുള്ള സെൽഫ് ജോയിൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ സെൽഫ് ജോയിൻ എന്ന് വെച്ചാൽ നമ്മളൊരു ടേബിളിനെ അതേ ടേബിളുമായിട്ട് തന്നെ ജോയിൻ ചെയ്ത് വെക്കുന്ന ഇതാണ് സെൽഫ് ജോയിൻ. നമ്മുടെ കണ്ടീഷൻസ് എങ്ങനെയൊക്കെ വരാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മുടെ അടുത്തൊരു ടേബിളിൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കസ്റ്റമർ ID, നെയിം, അഡ്രസ്സ്, കൺട്രി ID, ഒരു റെഫറൻസ് കസ്റ്റമർ ID കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെഫറൻസ് കസ്റ്റമർ ID എന്ന് വെച്ചാൽ ഇപ്പോൾ അരുൺ എന്ന കസ്റ്റമർ റെഫർ ചെയ്തിട്ടുള്ള കസ്റ്റമർ ID നല്ലതാണ്. ഓക്കെ, പക്ഷെ സാമിനെ റെഫർ ചെയ്തിട്ടുള്ളത് കസ്റ്റമർ ID 1 ആണ്. ആ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അരുണാണ്. ഓക്കെ, ഈ ടേബിളിൽ തന്നെയുള്ള വാല്യൂ ആണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, അതേമാതിരി തേർഡ് റോ കുമാറിൻ്റെ റെഫർ ചെയ്തിട്ടുള്ളത് 2 ആണ് കസ്റ്റമർ ID. അപ്പോൾ ആ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ സാം ആണ്. ഓക്കെ, ഫോർത്ത് റോ റെഫറൻസ് ID ഇല്ല. ഫിഫ്ത്ത് പീറ്ററിനെ റെഫർ ചെയ്തിട്ടുള്ളത് അരുൺ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കുറി വേണം. എന്താ വെച്ചാൽ നമുക്ക് കസ്റ്റമറുടെ നെയിമും അവർ റെഫർ ചെയ്തിട്ടുള്ള കസ്റ്റമറുടെ നെയിമും നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളത് സെൽഫ് ജോയിനിലൂടെ നോക്കാം. ഓക്കെ, സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമർ. ഓക്കെ, ജോയിൻ നമ്മൾ സെയിം ടേബിളുമായിട്ട് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, രണ്ടും സെയിം ടേബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഈ നെയിം കൊടുക്കാം. കസ്റ്റമർ ബി ഓൺ എന്താ വേണ്ട വെച്ചാൽ എ ഡോട്ട് റെഫറൻസ് കസ്റ്റമർ ID. ഓക്കെ, അതായത് എയുടെ ഈ റെഫറൻസ് കസ്റ്റമർ ID എന്തായിട്ട് വരണം, ഈ സെക്കൻഡ് ടേബിളിലെ കസ്റ്റമർ ID ആയിട്ട് വരണം. ഓക്കെ, ഈക്വൽ ടു ബി ഡോട്ട് കസ്റ്റമർ ID. ഓക്കെ, ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ സെയിം ടേബിളിനെ നമ്മളിവിടെ വെച്ചിട്ട് ഇന്നർ ജോയിൻ ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ റോസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് റെഫറൻസ് ആയി കസ്റ്റമർ ID ഉള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ സെക്കൻഡ് കസ്റ്റമർ ID സാം. ഓക്കെ, സാമിൻ്റെ റെഫറൻസ് ID 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ അരുണാണ്. കണ്ടോ, അരുൺ. ഓക്കെ, അതേമാതിരി കുമാർ തേർഡ് റോ, കുമാറിൻ്റെ റെഫറൻസ് കസ്റ്റമർ ID 2 ആണ്. 2 എന്ന് വെച്ചാൽ സാം. ഓക്കെ, ഫിഫ്ത്ത് പീറ്ററിൻ്റെ റെഫറൻസ് കസ്റ്റമർ ID 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ അരുണാണ്. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് വേണ്ട ഔട്ട്പുട്ട് നോക്കാം. എന്ത് മാത്രം എടുത്താൽ മതി. ഓക്കെ, കസ്റ്റമർ ID എടുക്കാം. കസ്റ്റമർ ID കോമ അടുത്ത് നമ്മൾ കൊടുക്കുന്നത് എ ഡോട്ട് കൊടുക്കും. എ ഡോട്ട് കസ്റ്റമർ ID, എ ഡോട്ട് നെയിം, കസ്റ്റമർ നെയിം. ഓക്കെ, പി ഡോട്ട് നെയിം ഈക്വൽ ടു റെഫ് കസ്റ്റമർ. ഓക്കെ, സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, പ്രോപ്പറായിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ടേബിളിനെ അതേ ടേബിളുമായിട്ട് ജോയിൻ ചെയ്യിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടണമെങ്കിലാണ്
സെൽഫ് ജോയിൻ ചെയ്യും. നമുക്ക് ഇതേമാതിരി തന്നെ നമുക്ക് ലെഫ്റ്റ് ജോയിൻ ഉപയോഗിക്കാം. നമുക്ക് ലെഫ്റ്റ് ടേബിളിലുള്ള എല്ലാ ഡാറ്റയും ഓക്കെ. നമുക്ക് ജസ്റ്റ് ഇവിടെ ജോയിൻ മാറ്റിയിട്ട് ലെഫ്റ്റ് ആക്കി കൊടുക്കാം. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പൊ കണ്ടോ അരുണിന്റെ റെഫറൻസ് കസ്റ്റമർ ഐ ഡി ഇല്ല. ഓക്കെ, അതിനകത്ത് വന്നിട്ടുണ്ട്. എനിക്ക് എന്ന് പറഞ്ഞാൽ സാമിന് കറസ്പോണ്ടിങ് അരുണാണ് റെഫറൻസ് കസ്റ്റമർ. ഇനി കുമാറിന്റെ റെഫറൻസ് കസ്റ്റമർ സാമാണ്. ഓക്കെ, പ്രവീൺ എന്ന് പറഞ്ഞാൽ റെഫറൻസ് കസ്റ്റമർ ഐ ഡി ഇല്ലാതുകൊണ്ട് നല്ലൂർ. ഓക്കെ, ഇനി ഫിഫ്തില് പീറ്ററിന്റെ റെഫറൻസ് ഐ ഡി എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഐ ഡി 1 ആണ്, അരുണാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉപയോഗിക്കാനാണ് സെൽഫ് ജോയിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു.